കെ രാഗേഷ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാകും. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, MV ജയരാജൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിലേക്ക് സ്ഥാനം മാറിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ രാഗേഷിനെ പുതിയ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അവിടെ ചേർന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. തീർച്ചയായും സിജു, CPIMന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കെ രാഗേഷിനെയാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗവും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും ചേർന്നിരുന്നു. ഈ ജില്ലാ കമ്മിറ്റി യോഗമാണ് കെ രാഗേഷിനെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ പുതിയ സെക്രട്ടേറിയറ്റിനെയും ഇപ്പോൾ യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. കെ രാഗേഷ് നേരത്തെ SFIയിലൂടെ പൊതുരംഗത്തേക്ക് വന്ന കെ രാഗേഷ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായും അതിനുശേഷം രാജ്യസഭ MP ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽക്ക് തന്നെ. അത് മാത്രമല്ല സന്തോഷം എടുത്ത് പറയേണ്ടതാണ്, നമുക്കറിയാം ആ കർഷക സമരത്തിന്റെ മുൻനിരയിൽ നിന്ന MP എന്നുള്ള അർത്ഥത്തിൽ കെ രാഗേഷിനെ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാൻ കഴിയുകയും ചെയ്യും. നിലവിൽ കണ്ണൂർ ജില്ലയെ പാർട്ടിയെ നയിക്കാൻ ഏറ്റവും കരുത്തനായ ഒരു നേതാവ് കൂടി വന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. കെ രാഗേഷ് വിദ്യാർത്ഥി പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ MP എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, കർഷകരുടെ മുൻനിരയിൽ നിന്ന് നടത്തിയ പ്രവർത്തനം എല്ലാം തന്നെ അദ്ദേഹത്തെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സന്തോഷ്, തീർച്ചയായും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വലിയ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് കെ രാഗേഷ് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. അതിനു മുൻപേ തന്നെ ബാലസംഘത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെങ്കിലും കെ രാഗേഷ് SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി പോരാട്ടങ്ങളെല്ലാം തന്നെയും ശ്രദ്ധേയമായിരുന്നു. രാജ്യത്ത് തന്നെ SFIയെ കൂടുതൽ ശക്തിയാർജിച്ച നിലയിലേക്ക് കൊണ്ടുവരുന്നതിൽ കെ രാഗേഷ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതിനു ശേഷം ഉള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷമാണ് കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലേക്ക് കെ രാഗേഷ് എത്തുകയും വലിയ കർഷക പോരാട്ടങ്ങൾക്ക് രാജ്യം ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള കർഷക പോരാട്ടങ്ങൾ രാജ്യത്ത് നടന്ന സമയത്ത് അതിന്റെ നേതൃനിരയിലും കെ രാഗേഷ് ഉണ്ടായിരുന്നു. പിന്നീടാണ് അതോടൊപ്പം തന്നെ രാജ്യസഭ MP എന്നുള്ള രീതിയിലും മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലും കെ രാഗേഷ് ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയിലേക്ക് കെ രാഗേഷ് പോകുന്നത്. അങ്ങനെ ഭരണതലത്തിലും നിർവഹണ രംഗത്തും കെ രാഗേഷിന് ഈ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനം ഇപ്പോൾ ഒഴിവ് വന്നത്. ആ ഒഴിവിലേക്കാണ് കെ രാഗേഷിനെ കണ്ണൂരിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സന്തോഷ്, എന്നാലും ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാണ്. നേരത്തെ സന്തോഷ് പറഞ്ഞ പോലെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ ലഭ്യമാണോ നിലവിൽ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ വിവരവും ലഭ്യമാണ്. M സുരേന്ദ്രൻ, കാരായി രാജൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, PV ഗോപിനാഥ്, P ഹരീന്ദ്രൻ, P പുരുഷോത്തമൻ, TI മധുസൂദനൻ, N സുകന്യ, KV സുമേഷ്, B സത്യപാലൻ, M കരുണാകരൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. ഇതിൽ M കരുണാകരനെയാണ് പുതുതായി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. M പ്രകാശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുന്നത്. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയുമാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ ഇപ്പോൾ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഐക്യകണ്ഠേനയാണ് കെ രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള 3 വർഷം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ നയിക്കാനും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനുമുള്ള ചുമതലയാണ് പാർട്ടി കെ രാഗേഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 അംഗ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ജില്ലാ കമ്മിറ്റി യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സന്തോഷ്, ഏതായാലും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. 12 അംഗ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിനെ കൂടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. കെ രാഗേഷ് കണ്ണൂരിൻ്റെ പുതിയ CPIMന്റെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. MV ജയരാജൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് കെ രാഗേഷിനെ ഇന്ന് ചേർന്ന പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. പുതുതായി ഒരാളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 12 അംഗ സെക്രട്ടേറിയറ്റ്. സന്തോഷ്, തീർച്ചയായും ഇനി 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെ
ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കരുണാകരൻ ആണ് ഇപ്പോൾ പുതിയതായി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മറ്റ് ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ നേരത്തെയുള്ള 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെയാണ്. അതിൽ ഒരാളെയാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എം കരുണാകരനെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം സുരേന്ദ്രൻ, കാരായി രാജൻ, ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, പി വി ഗോപിനാഥ്, പി ഹരീന്ദ്രൻ, പി പുരുഷോത്തമൻ, ടി ഐ മധുസൂദനൻ, എൻ സുകന്യ, കെ വി സുമേഷ്, ബി സത്യപാലൻ, എം കരുണാകരൻ എന്നിവരാണ് ഇപ്പോൾ ഈ പുതിയ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ, കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ എന്നിവരും പങ്കെടുത്തു. എം പ്രകാശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിലാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. എം പ്രകാശൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം ഈ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാഗേഷിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുക്കുകയായിരുന്നു. സിജു. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാഗേഷിനെ തെരഞ്ഞെടുത്തു. 12 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിന് രൂപീകരിക്കുകയും ചെയ്തു. ഈ വാർത്തകളെ